ദിവസത്തെ ബോളൂർ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് മംഗലാപുരത്തെ തുടക്കം. കുട്ടികളിൽ മൂല്യബോധം വളർത്തേണ്ടതിന്റെയും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെയും ഒക്കെ അനിവാര്യത ഓർമ്മിപ്പിച്ച് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി, കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തുളുനാടിന്റെ പുരാതന ചരിത്രമുള്ള മംഗളൂരു ബോളൂർ ഗ്രാമത്തിലേക്ക് ഭക്തിയുടെയും കാരുണ്യത്തിന്റെയും അമൃതസ്പർശമായാണ് അമ്മ എത്തിയത്. പുലർച്ചെ മുതൽ ആരംഭിച്ച പ്രത്യേക പൂജകളിലും ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകളിലും പങ്കെടുക്കാൻ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. കുട്ടികളിൽ മൂല്യബോധം കുറഞ്ഞുവരുന്ന ആധുനിക സാഹചര്യത്തിൽ അവരെ പ്രകൃതിയെയും ചരാചരങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണമെന്ന് അമ്മ അനുഗ്രഹ പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു. എല്ലാറ്റിലും ഈശ്വരനെ കാണാനാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. പ്രകൃതിയോട് സൗഹൃദം പുലർത്തിയും പരസ്പരം സഹകരിച്ചുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇതിന് തയ്യാറായില്ലെങ്കിൽ വരും ദിനങ്ങളിലും മഹാമാരികളും ദുരന്തങ്ങളും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നും അമ്മ കൂട്ടിച്ചേർത്തു. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരശക്തി പല നല്ല പാഠങ്ങളും പഠിപ്പിക്കേണ്ടതായിരുന്നു. അവയെല്ലാം വേണ്ടവണ്ണം പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു. ഓരോ ആപത്തും മഹാമാരിയാകട്ടെ, വൃക്ഷവുമാകട്ടെ, കാലാവസ്ഥ വ്യതിയാനമാകട്ടെ, എല്ലാം പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1 സഹകരണം, 2 സഹൃദയം, 3 സഹവാസവും. മനുഷ്യർ തമ്മിൽ സഹകരിച്ച് നീങ്ങുക, പ്രകൃതിയുമായി സഹൃദയം പ്രാപിക്കുക, സസ്യസേനയുമായി സഹവാസം പുലർത്തുക. ഈ 3 കാര്യങ്ങൾ കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കണമെങ്കിൽ ജീവിതത്തിലെ എല്ലാ മേഖലകളും ബാധിക്കുമെന്നാണ്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി മുഖ്യാതിഥിയായിരുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ആധ്യാത്മിക മേഖലയ്ക്ക് പുറമെ പാവപ്പെട്ടവരെ സഹായിക്കാനും സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മാതാ അമൃതാനന്ദമയി മഠത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ಅಮ್ಮ ಇಡೀ ಜಗತ್ತಿನ ಬಡವರಿಗೆ, ದೀನರಿಗೆ, ದಲಿತರಿಗೆ, ಕೈಲಿ ಆಗಲಾಗದವರಿಗೆ ಅವರೊಬ್ಬ ಅಮ್ಮನಾಗಿ ಇವತ್ತು ಸರ್ಕಾರ ಮಾಡಲಾರಕ್ಕೆ, ಯಾವುದು ಸರ್ಕಾರ ಮಾಡಬೇಕು ಅಥವಾ ಕೆಲವು ಸಂಗತಿಗಳನ್ನು ಸರ್ಕಾರ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲೋ ಆ ಕೆಲಸವನ್ನು ಅವರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. രാഷ്ട്രീയ അധികാരം ഉൾപ്പെടെയുള്ളവ താൽക്കാലികം മാത്രമാണെന്നും ആധ്യാത്മിക ശക്തിയാണ് ശാശ്വതമെന്നും ചടങ്ങിൽ പങ്കെടുത്ത കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ പറഞ്ഞു. ನಮ್ಮ ಪವರ್ ಎಲ್ಲ ಟೆಂಪರರಿ ಪವರ್, ಅಮ್ಮನ ಪವರ್ ಪರ್ಮನೆಂಟ್ ಪವರ್. ಎಲ್ಲಿ ಹೋದ್ರೂ ಕೂಡ ನಿಮಗೆ ಅವಕಾಶ ಖಂಡಿತವಾಗಿ ಇವತ್ತು. ആഘോഷങ്ങൾക്കപ്പുറം കാരുണ്യത്തിന്റെ ദിവ്യസ്പർശം മറ്റുള്ളവർക്കായി പകർന്നു നൽകുന്നതായിരുന്നു ബ്രഹ്മസ്ഥാന മഹോത്സവ വേദി. മഠത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. അടുത്ത ഘട്ടത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന കുട്ടികൾക്കുള്ള ധനസഹായവും വിതരണം ചെയ്തു. അമൃതശ്രീയിലെ 1200 അംഗങ്ങൾക്കുള്ള സഹായം, തീരദേശവാസികൾക്കായുള്ള കടൽപ്പായൽ കൃഷി പദ്ധതി, അയുധ് മംഗളൂരുവിന്റെ മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടി എന്നിവയും ചടങ്ങിനോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി ജിതകാമാനന്ദ, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌട്ട MP, കർണാടക അഡീഷണൽ ചീഫ് സെക്രട്ടറി റിതേഷ് കുമാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ മഹോത്സവത്തിൽ പങ്കെടുത്തു. ഭക്തർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.